യുദ്ധത്തിന് ശേഷം ഇടുന്നു എന്നുള്ള ഇപ്പൊ യുദ്ധം വരെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അതിന് മുന്നേ ഇടാൻ വച്ചിരുന്നായിരുന്നു ആക്ച്വലി. അത് ഞാൻ ഫെബ്രുവരി പോയതല്ലേ. ഇപ്പം ഈ ഇഷ്യൂ നടക്കുന്നത് ഏപ്രിലാണ്. ഇപ്പം കറക്റ്റ് ഞാൻ ആ ടൈമിലാണ് ഇടാൻ പോയത്. ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, അപ്പോഴാണ് മൊത്തം പ്രശ്നമായത്. പിന്നെ ഞാൻ വിചാരിച്ചത് ഇനി ഇപ്പം ഇടാൻ പറ്റില്ല, പോസ്റ്റ് കളഞ്ഞു. ജസ്റ്റ് ഒരു ഞാൻ ഇന്ന ട്രിപ്പ് പോകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അവിടെ ഇഷ്യൂ ആണ്. ഞാനത് അറിഞ്ഞില്ല. ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യണത് എന്ന് വെച്ചാൽ അത് പിന്നെ ആ സമയത്ത് ആൾക്കാർ ആ രീതിയിൽ വികാരത്തിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഇതും കൂടി നോക്കണമല്ലോ. ഇപ്പോൾ മരിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ തമാശ പറയുന്ന പോലെ ഇരിക്കും. സിറ്റുവേഷൻ നോക്കിയിട്ട് സിറ്റുവേഷൻ അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയത്തിട്ട് റീച്ച് കൂടുതൽ കിട്ടും. എൻ്റെ ഇപ്പം ഇന്നത്തെ വീഡിയോ പോലെ ഒരു മില്യനൊക്കെ അടിച്ച് പോവും, അതെനിക്ക് കാശും കിട്ടും. പക്ഷെ നമ്മൾ അത് മുതലെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ ആ സമയത്ത് ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പയ്യെന്ന് അതൊക്കെ ഒതുങ്ങിയപ്പോൾ അതാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇട്ടത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ടിൽ ഒരു കുറച്ചധികം ലെങ്ത് വരുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു. ഞാൻ പിന്നെ നല്ല പേടിയുണ്ടായിരുന്നല്ലേ. അതുകൊണ്ടുണ്ട് ഞാൻ വിചാരിച്ച് എത്ര പേര് മറ്റേ NIAക്ക് കംപ്ലൈന്റ് ചെയ്തു, കുറെ പേര് കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല, അവരുടെ രാഷ്ട്രീയം വെച്ചിട്ട് അതെന്തോ പ്രശ്നമാണെന്ന് ചിന്തിച്ചിട്ട്. എന്താണ് അവർ കംപ്ലൈന്റ് ചെയ്തത് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് കമന്റിൽ തന്നെ പറയുന്നുണ്ട്, കുറെ പേര് മെസ്സേജ് അയച്ച് നിന്റെ വീഡിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, NIAക്ക് പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ കോൾ വല്ലതും വന്നു? ഇല്ല, അത് അവർക്കറിയാലോ. അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇപ്പൊ എൻ്റെ ഏറ്റവും കൂടുതൽ കമന്റ് വന്ന ഇതാണ്, മറ്റേ ഒരു പെണ്ണിനെ പിടിച്ചില്ലേ, എന്താണ് ജ്യോതി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറെ പിടിച്ചില്ലേ, ഹിന്ദിക്കാരി, പാകിസ്ഥാനിൽ പോയിന്ന്. അപ്പൊ ഒരു പെണ്ണ് പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്, അതുപോലെ നിന്നെയും പിടിക്കും, NIAക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തിരിച്ചല്ലേ ഇവിടുത്തെ ഒരു ഇന്ത്യക്കാരി പോയിട്ട് വന്ന. അപ്പൊ ഇവിടുത്തെ രഹസ്യങ്ങള് എന്തൊക്കെയോ സംഭവിച്ചാൽ അറസ്റ്റ് ഒക്കെ ചെയ്തല്ലോ. അത് ആക്ച്വലി ആ പെണ്ണെന്തോ ചാരപ്രവൃത്തി എന്തോ പരിപാടി നടത്തി, അതിന് വീഡിയോ എടുത്തതിനല്ല പൊക്കിയത്. ആൾക്കാർ പറഞ്ഞ വീഡിയോ അവിടെ പോയി വീഡിയോ എടുത്തതിനാണ് ആ പെണ്ണിനെ പിടിച്ചത്, അതിനല്ല പിടിച്ചത്. ആ പെണ്ണെന്തോ ആയിട്ട് കണക്ഷൻ ഇതൊക്കെ ഉണ്ട്. ആ പെണ്ണ് ഇന്ത്യക്കെതിരെയാണ് പ്രവർത്തിച്ചത്. ആ പെണ്ണിന് എന്തോ കണക്ഷൻ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ ആരൊക്കെ ആയിട്ട്, അതിനാണ് ആ പെണ്ണിനെ പൊക്കിയത്, അല്ലാതെ വീഡിയോ എടുത്തതിനല്ല. ഞാൻ നോക്കുമ്പോൾ ഹിന്ദിക്കാരടക്കം എത്ര തമിഴിൽ നിന്ന് പോയിട്ടുണ്ട്, കന്നഡക്കാരൻ, എൻ്റെ ഒപ്പം ഒരു കന്നഡക്കാരനുണ്ടായിരുന്നു, പല ഹിന്ദി വ്ളോഗേഴ്സും പോയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ കറാച്ചിയിലെ ഈ മലയാളം സംസാരിക്കുന്ന ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വ്ളോഗർ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്താണ് ആദ്യം കാണുന്നത്. ആണല്ലേ? ഒരുപാട് പേര് പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പേര് പോകുന്നുണ്ട്. പക്ഷെ ഈ ചാരപ്രവൃത്തി ചെയ്തതിനെ പിടിക്കണം, അല്ലാണ്ട് വെറുതെ പോകണതിനെ പിടിക്കത്തില്ല. അതല്ലേ റിപ്പോർട്ടിങ് വന്നിട്ടുണ്ടായിരുന്നോ വീഡിയോക്ക്? ഇല്ല, അങ്ങനെയൊന്നും കുറെ പേര് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് പൂട്ടി പോകുന്നില്ല. കാരണം അവിടെ ഇത് നോക്കുന്ന ആള് മണ്ടന്മാരൊന്നുമല്ലല്ലോ, അവർക്കിത് അറിയാം. എനിക്കിവിടെ യൂട്യൂബിൻ്റെ ഒക്കെ പോളിസി തന്നെ അത് മാറ്റി. ഇപ്പം ഡിസ്ലൈക്ക് ബട്ടൺ മാറ്റിയത് എന്താ? ഡിസ്ലൈക്ക് ബട്ടൺ യൂട്യൂബിന് എടുത്ത് മാറ്റി. അത് ഇന്ത്യക്കാരുടെ ഗുണം കൊണ്ടാണ്. ഇവന്മാർക്ക് ഒരു ടാർഗറ്റായിട്ട് ഒരാളുടെ അഭിപ്രായം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റേ നെഗറ്റീവ് എന്താണ് മറ്റേ ഡിസ്ലൈക്ക് ബട്ടൺ അടിക്കണ പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. യൂട്യൂബ് അതെടുത്ത് മാറ്റിയപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ കാണിക്കണോണ്ടാ. അപ്പോൾ അതുപോലെ തന്നെ റിപ്പോർട്ടിങ്, ചുമ്മാ കുറേ പേര് മാസ് റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് ആ വീഡിയോനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ ആ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് യൂട്യൂബിൻ്റെ ഒക്കെ പോളിസിയിൽ നമ്മൾ ലംഘിച്ചാൽ മാത്രമേ പ്രശ്നം വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ വീഡിയോനൊന്നും സംഭവിക്കില്ല. അഭിപ്രായം പറഞ്ഞ എൻ്റെ പേരിലൊന്നും പ്രശ്നമൊന്നും വരത്തില്ല. ഒരു ക്യൂരിയോസിറ്റിയുടെ ചോദ്യമാണ്, പാകിസ്ഥാൻ യാത്രയ്ക്ക് എത്ര രൂപ മൊത്തം സ്പെൻഡ് ആയിട്ടുണ്ടാവും? ശരിക്കും പാകിസ്ഥാനിൽ ഒട്ടും ചിലവൊന്നുമില്ല, ഭയങ്കര ചീപ്പാണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒപ്പം പോയത് കൊണ്ടാണ് എനിക്ക് ഇത്തിരി എക്സ്പെൻസ് വന്നത്. ഏതാണ്ട് $1500 കൊടുത്തിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അതാ അവര് കുറച്ചുകൂടെ ആയിപ്പായിരുന്നു. മാക്സിമം കാശടിച്ച് മാറ്റാനായിട്ടുള്ളൊരു ഇത് എൻ്റെ അടുത്ത് ആദ്യം ഞാൻ അന്വേഷിച്ചപ്പോൾ $1100 പിന്നെ പറഞ്ഞ സീറ്റില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു സീറ്റ് ഉണ്ട് പോരെന്ന് പറഞ്ഞു, ആ ലാസ്റ്റ് സീറ്റ് അവര് പൈസ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടി. ഇത് എൻ്റെ അടുത്ത് രണ്ട് സീറ്റില്ല, ഫുള്ളാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഞാൻ പിന്നെ ഇത് പ്ലാനൊക്കെ വിട്ട് ഞാൻ വേറെ പ്ലാനായി. പെട്ടെന്ന് ഏതാണ്ട് 2 ആഴ്ച എന്തോ ഗ്യാപ്പിൽ ഒരു കുറിച്ചിട്ടുണ്ട് സീറ്റുണ്ട് $2000 എന്ന് പറഞ്ഞു. ഞാൻ പറയും $2000 ഞാൻ വരുന്നില്ലെന്ന് പറയും. ഞാൻ പറയും എൻ്റെ കയ്യിൽ ഇത്ര ബഡ്ജറ്റൊന്നുമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ റേറ്റ് കുറച്ച് അവസാനം ബാർഗൈൻ ചെയ്ത് $1500 എത്തിച്ചാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന ബീഹാറിൽ നിന്ന് വന്ന അവൻ്റെ $2000 മേടിച്ച്. അവനത് അറിയത്തില്ല, അവൻ സ്റ്റാർട്ട് ചെയ്ത് വന്ന ഒരു യൂട്യൂബർ ആയിരുന്നു. അവൻ ആ പൈസ കൊടുത്ത്. അപ്പോൾ ആ ട്രിപ്പിൽ വന്ന പലരും പല റേറ്റ് കൊടുത്താണ്.
ഞാൻ ബാർഗെയിൻ ചെയ്ത് അങ്ങനെ എത്തിച്ചുകൊണ്ട് 1500 എക്സ്പീരിയൻസ് ഉള്ളവന്മാർ കുറച്ചുകൂടെ കുറഞ്ഞു കുറപ്പിച്ച്. അങ്ങനെ കുറെ കോമഡി. അതങ്ങനെ എന്ന് വെച്ചാൽ അത്ര അതാ ഇടനിലക്കാരിൽ നിന്ന് എടുക്കുന്ന പൈസയാ. അല്ലാണ്ട് പാകിസ്ഥാനിൽ വലിയ ചിലവൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചിലവ്? സത്യം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പാണ്, കാരണം അത്രയും കറൻസി വാല്യൂ ഒന്നും ഇല്ലല്ലോ. അപ്പം മൊത്തം എത്ര രൂപ സ്പെൻഡ് ആയിട്ടുണ്ടാവും? എനിക്ക് പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഫ്ലൈറ്റ് പിടിച്ചാണ് അമൃത്സറിൽ പോയത്. നമ്മൾ വാഗാ ബോർഡറാണല്ലോ ക്രോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ 40,000 രൂപ. 2-3 ലക്ഷം രൂപ മിനിമം ആയിട്ടുണ്ടാവും. ഇല്ലില്ല, 1,80,000 രൂപ ഫുൾ എക്സ്പെൻസ് ഉൾപ്പെടെ ടോട്ടൽ. എത്ര ആയിട്ടുണ്ടാവും? എൻ്റെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് അമൃത്സർ പോയ എൻ്റെ ഫ്ലൈറ്റ് ഉൾപ്പെടെ അത്ര ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ? എത്ര ദിവസം നിന്നിട്ട് പോകുന്നു? 7 ദിവസം. അത്ര ആയുള്ളൂ അല്ലേ? എനിക്ക് തോന്നുന്നത് അത്രയും പോലും വരില്ല നമ്മൾ വേറെ രീതിയിലൊക്കെ പോവാണെങ്കിൽ. മറ്റേ ഇത് $1,500 അതിന്റെ അവർക്ക് കൊടുത്ത പൈസ തന്നെയാണ്. നമുക്ക് വലിയ 50,000 രൂപ ഉണ്ടെങ്കിൽ അതും വേണ്ടെന്ന് തോന്നുന്നു പോയിട്ട് വരാൻ. അത്രയും പോലും വേണ്ട. ഓക്കെ. എത്ര റിട്ടേൺ കിട്ടുന്നുണ്ടാവും ഏറെക്കുറെ? എക്സാക്ട് പറയണമെന്നില്ല, പക്ഷേ ഞാൻ അതാ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ആദ്യമേ. അല്ല എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബറാണല്ലോ, നമുക്ക് ഇതൊക്കെ റിട്ടേൺ വരും. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ടാണ്. എന്നുവെച്ചാൽ മുടക്കിയതിനേക്കാളും കൂടുതൽ പൈസ കിട്ടും. അതെല്ലാ ട്രിപ്പും അങ്ങനെ, ഞാനത് പ്ലാൻ ചെയ്തേ പോവുള്ളൂ. ഇപ്പോൾ ഒരു ട്രിപ്പിന് 2 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എപ്പിസോഡുകൾ പ്ലാൻ ചെയ്യും, ഡേയ്സ് പ്ലാൻ ചെയ്യും. ഇത്ര എപ്പിസോഡ് ഇട്ടാൽ നമുക്ക് ഈ മുടക്കിയ പൈസ തിരിച്ചു കിട്ടണ്ടേ? ഇല്ലെങ്കിൽ നഷ്ടം വരും. അടുത്ത ട്രിപ്പിന് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചാണ് അടുത്ത ട്രിപ്പ് പോകാൻ. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ബിസിനസ് രീതിയിലും കൂടി ചിന്തിച്ചാലേ ഈ പരിപാടി മുന്നോട്ട് പോകുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ വ്ളോഗേഴ്സിൽ എക്സ്പെൻസ് വരുന്നത് ട്രാവൽ വ്ളോഗേഴ്സിനാണ്. കാരണം ഫ്ലൈറ്റ് എടുക്കണം, ഓരോ രാജ്യത്തെ എക്സ്പെൻസ് എടുക്കണം. അപ്പം ഞാനിത് ഫുള്ള് ഫിനാൻഷ്യലി പ്ലാൻ ചെയ്യും. എങ്ങനെ പോകണം, എത്ര രൂപ ചിലവ്, ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ കിട്ടും. ഫ്ലൈറ്റ് ടിക്കറ്റാണ് എപ്പോഴും നമുക്ക് വള്ളിയായിട്ട് വന്നത്. ഭയങ്കര റേറ്റ്. ഒരു രാജ്യത്ത് പോണതിൻ്റെ എക്സ്പെൻസിനേക്കാളും കൂടുതലായിരിക്കും ഫ്ലൈറ്റിൻ്റെ റേറ്റ് തന്നെ. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ അപ്പോഴേക്കും എത്ര എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം റിട്ടേണും കൂടി കിട്ടണമല്ലോ. ഇല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് ഇത് മൊത്തം നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പരിപാടി അടച്ചുകൂട്ടി പോകേണ്ടി വരും, വേറെ നിവൃത്തിയില്ലാണ്ട് വരും. ഇപ്പം നമ്മളിപ്പം 2-3 സ്ഥലങ്ങളിലാണല്ലോ പോകാൻ പറ്റിയിട്ടുള്ളൂ. അവർ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമുക്ക് അറിയാൻ പറ്റുമായിരുന്നോ? നമുക്കൊരു ഐറ്റിനറി തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന സ്ഥലങ്ങളിൽ പോവും. പക്ഷേ ഇത് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല, കാരണം ഇതെല്ലാം പെട്ടെന്നായിരുന്നു നടന്നത്. ഇടയ്ക്ക് ഞാൻ വീഡിയോക്കകത്ത് കണ്ടു, പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിഷൻ ചോദിച്ചിട്ട് വേറെ എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ടൊക്കെ എടുക്കുന്നത്. നമുക്ക് വിസ തരുമ്പോൾ തന്നെ വിസക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി വിസ എടുക്കുമ്പോൾ അത് ആ പാക്കേജ് ട്രിപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് അവരങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ എഴുതുമായിരിക്കും. പക്ഷെ ആ എഴുതിയതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ സിറ്റി വിടുമ്പോൾ ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സീലൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ. അതുപോലെ ചെല്ലുമ്പോഴും ഇതുപോലെ എൻ്റർ ചെയ്യണം. ഇന്ത്യക്കാർക്കാണോ? മേ ബി ഇന്ത്യക്കാർക്കായിരിക്കണം, വേറെ രാജ്യക്കാർക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തപോലെ എല്ലാം ഈ ഗുരുദ്വാര മാത്രം, അത് മെയിൻലി ഗുരുദ്വാര ട്രിപ്പായിരുന്നു, തീർത്ഥാടനമല്ലേ. നമുക്ക് പോയി ബോറടിച്ച് സ്ഥലത്ത് നിന്നിട്ട് എന്തെങ്കിലും കാണിക്കണ്ടേ. അപ്പം ഞങ്ങൾ സെപ്പറേറ്റ് അവരോട് പറഞ്ഞ് സ്പെഷ്യലി വേറെ അവരുടെ സെക്രട്ടേറിയറ്റ് പോയി, പാകിസ്ഥാൻ്റെ പഞ്ചാബിൻ്റെ. അതിൻ്റെ ഉള്ളിൽ പോയി വീഡിയോ എടുക്കൽ നടക്കൂല. വീഡിയോ കണ്ടില്ല, അത് വീഡിയോ കാണിക്കാൻ പറ്റാത്തതുണ്ടേ. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു പോയിന്ന്. പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഈ ലാഹോർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സെക്രട്ടേറിയറ്റ് ലാഹോറിലുണ്ട്. നമ്മൾ ഏതാണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റില്ലേ ഏതാണ്ട് അതുപോലെ തന്നെ കുറേ വൈറ്റ് ബിൽഡിങ്ങും ഗവൺമെൻറ് ഓഫീസാണ്. അപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ പോയി ക്യാമറ ഒക്കെ അവിടെ മേടിച്ച് വെച്ച് ഉള്ളിൽ പോയിട്ട് പാസ്പോർട്ടായിട്ട് പോയി അവിടെ ഒരു ഓഫീസിൽ പോയി പെർമിറ്റ് മേടിച്ച് സെപ്പറേറ്റ്. എന്നിട്ടാണ് നമ്മൾ ആ മാർക്കറ്റിൽ കൂടിയൊക്കെ ഇറങ്ങി നടന്നത്. ഒരു ഭയങ്കര സാധാരണ ലൈഫ് അല്ല മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഒരു ഏറ്റവും സാധാരണക്കാര് നമുക്ക് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് പോയാൽ അങ്ങനെ അതൊക്കെയല്ല കാണേണ്ടത്. മെയിനായിട്ട് അവരുടെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് പോയി അങ്ങനെ കണ്ടതാണ്. വണ്ടികളൊക്കെ ചില വണ്ടികളൊക്കെ വളരെ പ്രത്യേകതയുള്ള എല്ലാ വണ്ടിയും പ്രത്യേകത. നമ്മുടെ നാട്ടിലെ 800 ഒക്കെ വേറെ പേരില്ല ഞാൻ കണ്ടു. മെഹ്റാൻ എനിക്ക് അതിന്റെ ശരിക്കും പേര് അതാന്ന് തോന്നുന്നു, മെഹ്റാൻ എന്നാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കമന്റ് ചെയ്തായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഓരോ രാജ്യത്തിനനുസരിച്ച് പേര് മാറുന്നതാവാം. അങ്ങനെ എന്തൊക്കെയുണ്ട്. നമ്മുടെ ഒമിനിന് എന്താണ് ബോല എന്നൊക്കെ പറയുന്നത്, ബോലാൻ. പിന്നെ കുറെ നമ്മൾ കാണാത്ത പല ടൈപ്പ് വണ്ടികളുണ്ട്. പിന്നെ കുതിര വണ്ടി, കാളവണ്ടി, കഴുത വണ്ടി, ഇതൊക്കെ ഉണ്ട്.
ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും രസകരമായിട്ടുള്ള മാർക്കറ്റിൽ കൂടെ പോയ പോർഷനൊക്കെ ഭയങ്കര ആ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ഇപ്പം ഞാനത് ഏത് സിനിമയാന്ന് പറഞ്ഞത് ഒരു ഫെസ്റ്റിവൽ സിനിമയിലാണെന്ന് എൻ്റെ വിശ്വാസം. ഒരു കുട്ടി പാകിസ്ഥാനിൽ പോയി ഇറങ്ങിയിട്ട് ഇത് ഇന്ത്യയെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ഡയലോഗിന് കണ്ടിരിക്കുന്നവർ സ്പോട്ടിൽ കൈയടിച്ചൊരു ഡയലോഗുണ്ട്. എക്സാക്ട് ഡയലോഗ് ഇതല്ല, പക്ഷെ എൻ്റെ അർത്ഥം ഐ മീൻ ആ കഥ പറയുന്നത് ഇതാണ്, രണ്ടും വ്യത്യാസമല്ല എന്നുള്ള രീതിയിലാണ് ആ സിനിമ പറയുന്നത്. അത് തന്നെ, അതായത് നമ്മുടെ ഈ ചില നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ കാണുന്ന അതേ കൾച്ചർ തന്നെയാണ് അപ്പുറത്ത്. നേരെ ഇതൊക്കെ സെയിം ഏരിയ അല്ലേ. അതെ, രണ്ട് രാജ്യമായി പോയതാണ് 47. പക്ഷേ ഇവരുടെ ഭാഷയിൽ വ്യത്യാസമുണ്ട്, കൾച്ചറിൽ കുറച്ച് വ്യത്യാസമുണ്ട്, ഡ്രസ്സിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അല്ലാണ്ട് ഏരിയ ഒക്കെ കണ്ടാൽ അത് ഒരുപോലെ ഇരിക്കും ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായില്ലേ.